ഹലോ, വെൽക്കം ബാക്ക്. ഈ ക്ലേനെ ഇങ്ങനെ പരത്തി ഇന്ന് നമുക്കൊരു ക്യാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാവേ. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നായിരുന്നു ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ കുറേ പിൻട്രസ്റ്റിൽ ഇങ്ങനെ മോഡൽസൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ റെഫറൻസ് എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പരത്തിയ ക്ലേനെ റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഇത് ഇങ്ങനെ ഒരു അടപ്പ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഔട്ടർ പാർട്ടിൽ വരുന്ന ക്ലേ ഒക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് മാറ്റും. എന്നിട്ട് വെള്ളമൊക്കെ തൊട്ട് കൊടുത്ത് ഇതൊന്ന് ഈവനാക്കി സെറ്റാക്കി എടുക്കണേ. ഇനി കുറച്ച് ക്ലേ എടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഈ ക്ലേ ആർട്ടൊക്കെ ഭയങ്കര കഷ്ടപ്പാടാന്ന് വിചാരിക്കുന്നവരോട്, ഇറ്റ്സ് സോ സിമ്പിൾ യാർ. പിന്നെ ഈ കുഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലേ, അതുങ്ങളെയൊക്കെ ഉണ്ടാക്കാനാണ് എനിക്ക് പാടായിട്ട് തോന്നിയിരിക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇനി ഇതിനെ എൻ്റെ കരവിരുത് ഉപയോഗിച്ച് ഞാൻ ഇന്ന് തേച്ചും തൂത്തും ഒക്കെ എടുത്ത് ഇങ്ങനെ സെറ്റാക്കി ഈവനാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ വൃത്തിയായില്ലേ? ഇവിടെ തീർന്നിട്ടില്ല, നമ്മളിവിടുന്ന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനി വേറെ കുറച്ച് ക്ലേ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഉരുട്ടിയെടുത്ത് എന്നിട്ട് അതിന്റെ രണ്ട് സൈഡും നന്നായിട്ട് ഒന്ന് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന്റെ നടുക്ക് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻഡിൽ ഇരിക്കാൻ പറ്റുന്ന വലിപ്പത്തിന്, ക്യാൻഡിൽ ഹോൾഡർ ആണല്ലോ, അപ്പൊ ആ ക്യാൻഡിൽ ഇരിക്കാൻ പറ്റുന്ന വലിപ്പത്തിനാണ് നമ്മളിങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നമ്മുടെ ട്രേയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തേച്ചും തൂത്തും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ ഈ ട്രേക്ക് ഒരു ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതിനിങ്ങനെ ക്ലേ എടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് രണ്ട് സൈഡും യോജിപ്പിച്ച് കൊടുത്താൽ മതി, ഞാൻ ചെയ്യുന്ന പോലെ. എൻ്റെ പൊന്നെ, ഇത് ഞാൻ എത്ര നേരം എടുത്തെന്നറിയാമോ? വെക്കും മുടിഞ്ഞു. അങ്ങനെ എനിക്ക് പണ്ടാരം തുടങ്ങി. ഞാൻ അവസാനം ഇങ്ങനെ വെക്കണ്ടെന്ന് വരെ വിചാരിച്ചു. നമുക്ക് ഹാൻഡിൽ വേണ്ട, അല്ലാണ്ട് വെക്കാന്ന് വിചാരിച്ചു. അവസാനം ഒന്ന് ശരിയായി കിട്ടി. ഇനി എന്നാ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ക്ലേ എടുത്തിട്ട് അതിങ്ങനെ ഉരുട്ടി ഒരു ബോൾ പോലെയൊക്കെ ആക്കിയിട്ട് അതിനെ പരത്തിയും കുഴിച്ചും ഒക്കെ എടുക്കണം. എന്നിട്ട് ഇതൊരു മഷ്റൂം പോലെ ആക്കി എടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻഡിൽ ഹോൾഡറിന്റെ മേളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മഷ്റൂം തീംഡ് ക്യാൻഡിൽ ഹോൾഡർ ആണല്ലോ. അപ്പം എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ ആദ്യം മഷ്റൂമിന്റെ സ്റ്റെമ്മിന് കൊടുത്ത ഹോളില്ലേ, അതേ വലുപ്പത്തിൽ ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതും അറ്റാച്ച് ചെയ്യാം. ഇനി ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ വൈറ്റ് ബേസ് അടിച്ചു കൊടുക്കണേ. അപ്പം ഞാനിങ്ങനെ വൈറ്റ് ബേസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ അടപ്പിന്നൊക്കെ എടുത്ത് പെയിന്റ് അടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ പിശിക്കുകയെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ചെറുതായിട്ടൊരു പിശിക്കുക. എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നെ അരിപ്പേന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിൽ കുറച്ച് കാര്യമുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ പിശിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കണം. പിന്നെ നമുക്ക് പിശുക്കാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലം വരുമ്പോൾ നമ്മൾ അങ്ങനെയും ജീവിക്കണം. അതല്ലേ നമുക്ക് നല്ലത്. ഞാൻ കാര്യങ്ങളിൽ നിന്നൊക്കെ അങ്ങ് മാറിപ്പോകുന്നു. അപ്പം നമ്മൾ മഷ്റൂമിന് നമ്മൾ റെഡ് കളറും കൂടെ കൊടുത്ത് എടുക്കുന്നുണ്ട്. ഇനി മഷ്റൂമിന്റെ സ്റ്റെമ്മിനും ട്രേയുടെ സൈഡിനും ഞാൻ ബ്രൗൺ കളറും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് ബോധത്തിലാണ് ഞാൻ ഈ ബ്രൗൺ തണ്ടിന് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ റെഡ് മഷ്റൂമിന്റെ ഒക്കെ തണ്ട് ഒരു ഓഫ് വൈറ്റ് കളറിലല്ല. ഞാൻ എന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി ഇങ്ങനത്തെ ഏതെങ്കിലും മഷ്റൂം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ കറക്റ്റ് ബ്രൗൺ വരുന്ന മഷ്റൂം ഒന്നും ഞാൻ ഗൂഗിൾ ചെയ്തിട്ടും കണ്ടില്ല. ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഇങ്ങനെ മഷ്റൂം കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ട്രേയുടെ ഉള്ളിൽ ഗ്രീൻ കളർ കൊടുക്കാവേ. അപ്പം ഇത് ഏത് ഗ്രീൻ കൊടുക്കണമെന്ന് എനിക്ക് വല്ലാണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഡിസൈഡ് ചെയ്തത് നമ്മുടെ സാപ്പ് ഗ്രീൻ ഇല്ലേ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കണ്ണിൽ സാപ്പ് ഗ്രീൻ ഒന്നുമല്ല, ചാണകപ്പച്ച. അതങ്ങനെ ഞാൻ അച്ചലം പുച്ചലം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റെഡ് മഷ്റൂമിന് കുറച്ച് വൈറ്റ് കുത്തുകൾ അല്ലെങ്കിൽ പോൾക്ക ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് അധികം പോൾക്ക ഡോട്ട്സ് ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആയിരിക്കട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇല്ല, കഴിഞ്ഞിട്ടില്ല. കണ്ടില്ലേ ഞാൻ പുല്ല് വരയ്ക്കുന്നത്?
ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഫാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഇത് എന്നാത്തിനും വാങ്ങി വെച്ചതാണെന്ന് എനിക്കറിയത്തില്ല. എന്നാണേലും ഇപ്പോഴാണ് ഇതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടായത്. ഇനി ഈ പുല്ലിലെല്ലാം നമുക്ക് കുഞ്ഞു കുഞ്ഞു പൂക്കളും കൂടെ വരച്ചു കൊടുക്കാവേ. പൂക്കൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നതാട്ടോ, അല്ലാണ്ട് ഫ്ലവർ ഒന്നും വരയ്ക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിത് പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്തുവാ ഈ ഡോട്ട് ഇട്ട് വെച്ചേക്കുന്നതാണ് എൻ്റെ പൂവെന്ന്. ആണ്, ഇതൊക്കെയാണ് എൻ്റെ പൂക്കൾ. നമ്മൾ പാവപ്പെട്ടവരാണേ, നമുക്ക് ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉള്ളൂ. ഇനി ഇത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ വാർണിഷ് കൂടെ അടിച്ചു കൊടുക്കണേ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പെയിന്റ് ഡ്രൈ ആയതിനു ശേഷമേ വാർണിഷ് അടിക്കാനോ, അല്ലെങ്കിൽ ഇപ്പം ഒരു പെയിന്റിന് മുന്നിൽ നമ്മൾ വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാനോ ഒക്കെ പാടുള്ളൂ. അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യും, മൊത്തത്തിൽ കുളമായി ചളമായി പോകും. അനുഭവം കൊണ്ട് പറയാം. വാർണിഷ് അടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് അത് കിട്ടിയില്ല. അപ്പോൾ ഇത് വാർണിഷ് ഒക്കെ അടിച്ച് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാൻഡിൽ സ്റ്റാൻഡ്. സംഭവം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.